ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ നല്ല ചൂടുള്ളൊരു കാലാവസ്ഥയല്ലേ, അപ്പോൾ നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ? ഇന്നത്തെ വീഡിയോ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു അടിപൊളി ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ അതൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തുകൊണ്ട്, എന്നാൽ കടയിൽ നിന്ന് കിട്ടുന്ന ഐസ്ക്രീമിൻ്റെ അതേ ടേസ്റ്റിൽ എങ്ങനെ ഈസി ആയിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഐസ്ക്രീം ആണെങ്കിലും ഇതിന് ഗോതമ്പിന്റെ ടേസ്റ്റ് ഒന്നും വരില്ല. പിന്നെ വേണ്ടത് പാലാണ്. 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. കട്ടിയുള്ള പാല് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് പാലെടുത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ ചോക്ലേറ്റ് ഐസ്ക്രീം ആയതുകൊണ്ട് ഞാനിവിടെ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ ചോക്ലേറ്റ് എടുത്താലും മതി. കൊക്കോ പൗഡർ 2 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. 2 സ്പൂൺ പാലും ചേർത്ത് മിക്സ് ചെയ്യുകയാണ്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വാനില ഐസ്ക്രീം ആണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനി ഞാൻ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലിലേക്ക് 1/2 ഗ്ലാസ് പഞ്ചസാര ചേർക്കുകയാണ്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതുപോലെ വാനില എസൻസ് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഏലക്ക പൊടിച്ചത് ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വാനില എസൻസ് ആണ് ചേർക്കുന്നതെങ്കിൽ ഇപ്പോൾ ചേർക്കേണ്ട, ലാസ്റ്റ് ചേർത്താൽ മതി. ഞാൻ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. പാല് തിളച്ച് കുറച്ച് കട്ടിയായിട്ട് വരുമ്പോഴേക്കും ഗോതമ്പ് പൊടി മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. തീ നന്നായി കുറച്ച് വെക്കണം. അടുക്കി പിടിക്കാതെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഞാൻ ഇതിലേക്ക് കൊക്കോ പൗഡർ മിക്സ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് വെക്കാം. ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനൊരു 2 മിനിറ്റ് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കട്ടയാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കണം. അടിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് 7-8 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം. ഞാൻ ഓവർനൈറ്റ് ആയിരുന്നു വെച്ചത്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ബൗളിലേക്ക് അണ്ടിപ്പരിപ്പോ ബദാമോ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമുക്കൊരു ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കാം. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഐസ്ക്രീമിന് മുകളിലൂടെ ചോക്ലേറ്റ് സിറപ്പ് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് 4 സ്പൂൺ കൊക്കോ പൗഡർ ആയിരുന്നു. ഞാനിവിടെ 2 സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ശരിക്കും 4 സ്പൂൺ കൊക്കോ പൗഡർ ആയിരുന്നു എടുക്കേണ്ടിയിരുന്നത്. ഞാൻ 2 സ്പൂൺ കൊക്കോ പൗഡർ എടുത്തത് കൊണ്ടായിരിക്കാം ഈ സിറപ്പ് അത്ര ഒരു കൊഴുത്ത് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 4 സ്പൂൺ കൊക്കോ പൗഡർ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 10 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഐസ്ക്രീം നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം.
സ്കൂപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സ്പൂൺ എടുത്താലും മതി. ഇനി ഞാൻ ഈ ഐസ്ക്രീമിൻ്റെ മുകളിൽ കൂടി ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഈ ഐസ്ക്രീം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ.